പ്രത്യേകിച്ച് വിഴിഞ്ഞത്തുകാർക്ക് ഭയങ്കര ആവേശമാണ്. കാരണം നമ്മൾ കേരളം അഭിമാനിക്കുന്നുണ്ടെങ്കിൽ വിഴിഞ്ഞങ്കാർ ഇരട്ടി അഭിമാനിക്കുന്നുണ്ട്. കാരണം വിഴിഞ്ഞത്തിന്റെ സ്വന്തം പുത്രനാണ് ഇപ്പോൾ ഇന്ത്യൻ കുപ്പായത്തിലെത്തി നിൽക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും അവിടുത്തെ ആവേശം വലുതായിരിക്കും അല്ലെ അക്ഷയ? അക്ഷയ കേൾക്കാമോ? അനീഷ, വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്നതാണ് ഒരു സമയത്ത് സഞ്ജു സാംസൺ ആ പോസ്റ്റില് എഴുതിയിട്ടുണ്ടായിരുന്നത്. അത് കുറെ കളികൾക്ക് മുന്നെയാണ്. അത് തന്നെയാണ് തെളിയിക്കുന്നത്. അതായത് ഒരിക്കലും തോറ്റുമടങ്ങാൻ ഞാൻ തയ്യാറല്ല എന്ന് എഴുതി തരികയാണ് സഞ്ജു എല്ലാ കളികളിലും ചെയ്തത്. തുടർച്ചയായി പരാജയങ്ങൾ വന്നപ്പോഴും തന്റെ കരിയറിനെ ബാധിക്കുമെന്നൊരു രീതി അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉദിക്കുമെന്ന് അറിയാമായിരുന്നിട്ട് പോലും എവിടെ നിന്ന് അവർ എഴുതിത്തള്ളിയോ അവിടെ നിന്ന് സഞ്ജു എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെയും തിരുത്തി എഴുതി എന്ന് വേണം പറയാൻ. അതായത് എനിക്കിത് കഴിയും, ഇനി അടിക്കേണ്ടത് സെഞ്ചുറിയാണ്. അതായത് കഴിഞ്ഞ 2 കളികളിലും സഞ്ജുവിന് മിസ്സാണ് സെഞ്ചുറി. ഈ കളിയിൽ സഞ്ജു സെഞ്ചുറി അടിക്കും എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ കുറച്ച് കുട്ടിത്താരങ്ങളുണ്ട്, അവരോട് തന്നെ ചോദിക്കാം. എന്താ 2 കളികൾ മിസ്സാണ്, ജസ്റ്റ് മിസ്സാണ്, ഇത്തവണ അടിക്കുമോ? അടിക്കും. സഞ്ജു ചേട്ടൻ സെഞ്ചുറി അടിച്ചിരിക്കും. എന്താണ് സഞ്ജു കളിക്കുന്നതിലുള്ളൊരു പ്രതീക്ഷ? എന്താ? ഞങ്ങൾക്കൊരു ആവേശമാണ്. സഞ്ജു ചേട്ടൻ ഇവിടെ വിഴിഞ്ഞത്തിന് വേണ്ടി വിഴിഞ്ഞത്തുനിന്ന് പോയ ഒരു ചേട്ടനാണ്. അപ്പൊ ആ ചേട്ടൻ സെഞ്ചുറി അടിച്ചാൽ ഞങ്ങൾക്കും വളരെ ഒരു പ്രകാശം. എന്തൊരു പറയാ, അത് തന്നെ അത് തന്നെ. അപ്പൊ ഞങ്ങളും കളിക്കുമ്പോ ഞങ്ങളും പിന്നെ സെഞ്ചുറി അടിക്കാനും ഞങ്ങൾ ഇന്ത്യൻ ടീമിൽ കയറാനും ട്രൈ ചെയ്യും. ഞങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ ഞങ്ങൾ കയറും. കളിക്കാറുണ്ടോ? ക്രിക്കറ്റ് കളി. എന്താ പേര്? അശ്വിൻ. ഏതാ, ഓൾറൗണ്ടർ ആണോ അതോ ബൗളർ ആണോ ബാറ്റർ ആണോ? ബാറ്റർ ആണ്. അപ്പൊ സഞ്ജുവിനെ പോലെ തന്നെ ഒരു ബാറ്റർ ആയിട്ട് തിളങ്ങാനാണോ? അതിന് ആഗ്രഹം. സഞ്ജു ചേട്ടനെ പോലെ ഒരു നല്ലൊരു പെർഫോമൻസ് കാണിക്കാൻ വേണ്ടിയാണ് ഞാനും ശ്രമിക്കുന്നത്. ഇവിടെ ആരൊക്കെയുണ്ട് അങ്ങനെ ബാറ്റർ ആയിട്ടുള്ള ആരൊക്കെയുണ്ട്? സഞ്ജുവിന്റെ ഫാൻസ് ആരൊക്കെ ഒന്ന് കൈ നോക്കി കാണട്ടെ. കണ്ടോ എല്ലാരും? ഇതാണ് സഞ്ജു. ഇതാണ് മലയാളികൾക്ക് സഞ്ജു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. അതായത് ഇന്നത്തെ കളിയിലും സഞ്ജു കളി ജയിപ്പിക്കും എന്ന് പറയുന്ന ഒരു പ്രത്യാശ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. സഞ്ജു സാംസൺ എന്നൊരൊറ്റ പേര് മാത്രം ആ സഞ്ജു കളിച്ചു വളർന്ന ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ എനിക്കും അറിയാതെ എന്താ പറയാ, നമുക്കത് ഈ ഗൂസ് ബംസ് എന്നൊക്കെ പറയില്ലേ, അത്തരത്തിലുള്ളത്. അതായത് ഓരോ കുട്ടികൾക്കും ഒരു പ്രതീക്ഷയാണ്. സഞ്ജുവിന്റെ സ്വന്തം കൗൺസിലർ വരുന്നുണ്ട്, ഇവിടുത്തെ കൗൺസിലർ നമ്മുടെ ചേട്ടാ. പേരെന്തായിരുന്നു? എന്തായിരുന്നു? ഇന്നിപ്പോ സഞ്ജു കളിക്കുന്നുണ്ട്. 2 കളികളിലായിട്ട് ഒരു സെഞ്ചുറി എന്ന് പറയുന്നത് ജസ്റ്റ് മിസ്സാണ്. എന്താണ് ഒരു പ്രതീക്ഷ? തീർച്ചയായും രാജ്യത്തിനോടൊപ്പം വിഴിഞ്ഞത്തിന്റെ യുവതയുടെ വലിയൊരു ശബ്ദമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സഞ്ജുവിനെ വളർത്താനും സഞ്ജുവിന് എതിരെ വരുന്ന ഓരോ ബോളും ഇവരുടെ യുവാക്കളുടെ പ്രാർത്ഥനയും ഈ നാടിന്റെ പ്രാർത്ഥനയും രാജ്യത്തിന്റെ പരമോന്നത അധികാരത്തിൽ പരമോന്നത ശക്തിക്ക് ഒരു രാജ്യത്തിൽ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന വലിയൊരു രാജ്യത്തെ മറ്റു രാജ്യങ്ങളെ തോൽപ്പിക്കാനുള്ള അനുഗ്രഹപൂർണമായ പ്രാർത്ഥനയും സന്തോഷവുമാണ് ഇവിടുത്തെ യുവാക്കളുടെ ഏറ്റവും വലിയ ശക്തി. സഞ്ജുവിന് വേണ്ടി ഇവിടെ കിടന്ന് മരിക്കാനും യുവാക്കൾ തയ്യാറാണ്, ഈ നാട് മുഴുവൻ തയ്യാറാണ്. അപ്പോൾ അവരുടെ അമ്മയ്ക്കും അവരുടെ അച്ഛനും അവരുടെ കുടുംബത്തിനും ഈ ഗ്രീസിൽ രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന നമ്മുടെ സഞ്ജുവിനും ഇവിടുത്തെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശംസകളും ഈ അവസരം നൽകുകയാണ്. ഇന്ത്യ ജയിച്ചിരിക്കും. കാരണം സച്ചിന്റെ പെർഫോമൻസ് വേറെ ലെവലാണ്. കാരണം ഇന്ന് പഴയ സച്ചിനെ അവൻ കൊണ്ടുവന്നു. ഇന്ന് കപ്പ് നടത്തുമ്പോഴേ വീണ്ടും നമ്മുടെ ധോണി വീണ്ടും ജനിക്കുകയാണ് സഞ്ജുവിൽ കൂടി. സഞ്ജു ഈ കപ്പ് ഉയർത്തിയിരിക്കും. പണ്ട് നമ്മൾ കളി കാണുമ്പോ സച്ചിന് ഔട്ടായി കഴിഞ്ഞാൽ ടി വി ഓഫ് ആക്കി. ഇന്ന് സഞ്ജു ഔട്ടായി ടി വി ആക്കിട്ട് പോണ കാലമാണ് ഇത്. അതാണ് സച്ചിൻ, അതുപോലെ തന്നെ ധോണി, കോഹ്ലി, രോഹിത് ശർമ്മ, അത്തരത്തിലുള്ള താരങ്ങളെ പോലെ തന്നെ സഞ്ജു സാംസൺ, നമ്മുടെ സ്വന്തം പ്രിയ മലയാളിയായിട്ടുള്ള സഞ്ജു സാംസൺ മാറുന്ന ഒരു കാഴ്ചയാണ്. ഓരോ കുരുന്നുകൾക്കും ഒരു പ്രതീക്ഷയാണ്, പ്രത്യാശയാണ് സഞ്ജു സാംസൺ. എന്തായാലും ഇന്നത്തെ കളിയിൽ സഞ്ജു സാംസൺ ഒരു വഴിത്തിരിവ് തന്നെയാണ്. റെക്കോർഡുകൾ മുത്തവിടാൻ സഞ്ജു സാംസൺ പോവുകയാണ്. 2 കളികളിലും തോറ്റുപോകാം, അല്ലെങ്കിൽ ഇന്ത്യക്ക് സെമി ഫൈനലിൽ എത്താൻ കഴിയില്ല എന്ന് പറയുന്ന ആ ഒരു തരത്തിൽ നിന്നാണ് സഞ്ജു തോറ്റുപോയി എന്ന് കഴിയുന്നിടത്തു നിന്നാണ് അങ്ങനെ ആ അടഞ്ഞ അധ്യായമാണ്, അല്ലെങ്കിൽ ആ അടച്ചുപോയ അധ്യായമാണ് സഞ്ജു വീണ്ടും തിരുത്തി കുറിച്ച് എഴുതിയത്. എന്തായാലും പ്രതീക്ഷയിലാണ് കേരളക്കര മൊത്താകെയുള്ളത്.